ഗേറ്റ് അടച്ചിട്ടാ? ഓ അടച്ചിട്ട്. ഒരു പട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഭയങ്കര ശല്യം. അടച്ചിടണേണ് നല്ലത്. എന്നാ അകത്തുള്ള പട്ടിയെ പുറത്തുള്ള പട്ടി വന്ന് കടിക്കൂലല്ല. പട്ടി പോട്ടി എവിടെ? പൂച്ച. മാമ ടിവിയുടെ റിമോട്ട് എടുത്തായിരുന്നോ? മാമൻ ടിവിയെ കാണാറില്ല, പിന്നെ എന്തിനാണ് മാമന് റിമോട്ട്? അച്ഛനെടുത്തായിരുന്നോ? എനിക്കെന്തിന് റിമോട്ട്? അതും ടിവിയിലെ. എടാ ശ്രീകുട്ട, 2 തേങ്ങ വെച്ചാ. പാര ഇരിപ്പുണ്ട്, എടുത്ത് പൊതിക്കട്ടാ. നീലു, നീ ആ ഗേറ്റിന്റെ അടുത്ത് വരെ പോ. അങ്ങോട്ട് പോ. സമയമില്ലാത്ത ആ കുറച്ചുകൂടെ പോ. മതിയാ, കുറച്ചുകൂടെ പോ. മതിയാ. ചേച്ചി അത് തുറന്നിട്ടിരുന്നു വാ. തുറക്കല്ലേ. മാമ ടിവിയുടെ റിമോട്ട് കാണാനില്ല. ഇപ്പൊ തുറന്ന് പിന്നെ തുറക്കൂല. തുറന്നിട്ടിരിക്കും വാ. തുറക്കല്ലേ. മാമ ടിവിയുടെ റിമോട്ട് കാണാനില്ലെന്ന്. ഞാൻ കണ്ടില്ല. പിന്നെ അതെവിടെ പോയി? ഇത് വെച്ചിട്ടാണ് കളി. ചേച്ചി കണ്ട ആ ഗേറ്റിന്റെ അടുത്ത് എന്തോ കുന്ത്രണ്ട വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തുറക്കും. അങ്ങനെ എന്നാ കണ്ടാണ് പരിപാടി. അതോടെ നിക്കട്ടെ, വെറുതെ നമ്മളെ പറഞ്ഞിട്ട് എന്തിനാ? തുറക്കണ്ട, അടക്കണ്ട. എടാ അങ്ങനല്ല, ഇപ്പൊ റിമോട്ട് വെച്ച് തുറക്കും. കുറച്ച് കഴിയുമ്പോ നമ്മളങ്ങ് ചെല്ലുമ്പോ ഗേറ്റ് അങ്ങ് തുറക്കും. കാറ്റടിച്ചാ തുറക്കും. കാറ്റടിക്കണം തുറക്കണമെങ്കിൽ. ഇങ്ങനെ തുറന്നിങ്ങ് വരും. കള്ള അച്ഛൻ പച്ച മലയാളത്തിലാണ് ചോദിച്ചത് ടിവിയുടെ റിമോട്ട് കണ്ടോന്ന്. പണി പരീക്ഷണം പോലും. മനുഷ്യയുടെ അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ. അളിയ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ റിമോട്ട് വെച്ചിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ? അല്ലാതെ ഞാൻ തേങ്ങ ഇട്ട് തരാം. കാണാനക്ക് ഇല്ല, റിമോട്ട് ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ മതി. പ്രസ് ചെയ്യുമ്പോൾ തേങ്ങ എഴുതാ മതിയാ? വീണാ മതി. അപ്പൊ അവിടെ ഇരി, പറഞ്ഞുതരാം. അടാ ഇപ്പൊ ഗ്യാറ്റെങ്കിലും ഉണ്ട്. വാടാ, തേങ്ങ ഇടണ കാണണവന് എന്ത് ചെയ്താലും ഇടയ്ക്കൂടെ കയറി വരും നശിപ്പിക്കാൻ. ഹലോ, അതെ, കേശവ ബാലകൃഷ്ണൻ മന്ത്രാണ്. ആരാണ്? ആ സാർ. ആ എന്തിനാണ് സാർ? ആ ശരി, ഫാദർ ഇവിടെ ഇല്ല സാർ. ആ വരാം. താങ്ക് യു സാർ. സ്കൂളിലൊന്ന് പോവോ? ഞാനാ? എന്തിന്? കേശുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു പ്രിൻസിപ്പൾ. എന്ത് കാര്യം? അതറിയില്ല, ബാലൊന്ന് പോവോ? എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ പറ്റൂല പോയാ. ഞാൻ പോവാനാ? നീല് തന്നെ പോണം, അമ്മയോളം വരില്ലല്ലോ അച്ഛൻ, ഇല്ലടാ. അതെ. അച്ഛനെ സ്കൂളിലൊന്നും കൊണ്ടുവരാൻ കൊള്ളാത്ത ആളാണെന്ന് പറഞ്ഞാൽ മതി. എടാ നീ ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞോ, അവന്റെ കേസാണ്, വല്ല വശപശകം കാണും. ഡേയ്, കഴിഞ്ഞ മാസം സയൻസ് എക്സിബിഷന് ഞാൻ ഒരു സംഭവം ഉണ്ടായി കൊടുത്തു. ഇനി അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിക്കണേ. ചിലപ്പോ അതിനായിരിക്കും. ചെന്ന് കയറിക്കൊടു. ചേച്ചി പോട്ടെ കേട്ടോ അങ്ങോട്ടൊന്നും. എടാ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് എന്തായാലും ഓഫീസിൽ പോണല്ലോ, നീ വാ. ഇനി സ്കൂളിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കാനാണോ എന്തോ? അവന്റെ കേസായതുകൊണ്ടാണ്. അവൻ എൻ്റെ മോനാണ്, അതുകൊണ്ടാണ് എനിക്ക് സംശയം. ചേച്ചി എന്തായാലും ഇറങ്ങും, ഞാൻ കൂടെ വരാം. അനന്തരവിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കാനും ഈ മാമൻ തയ്യാറാണ്. ഇവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നോ, എങ്ങും പോണ്ട. എന്തേടേ ചേച്ചി, അളി എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? കളിപ്പിള്ളാടാ ഇടിച്ചു കളിക്കേ. അച്ഛാ, പഴുത്ത പപ്പായ, വെണ്ണ, തക്കാളി, കുക്കുംബർ, ഇത്രയും സാധനം വേണം, മേടിച്ചു തരുമോ? ഈ തക്കാളി വെണ്ണയും കൂടെ എങ്ങനെ കഴിക്കണേ? ഇതൊന്നും കഴിക്കാനല്ല, എന്റെ മുഖത്ത് തേക്കാനോ. അവിടെ തിന്നാനില്ല, മുഖത്ത് വാരി തയ്ക്കാം. അച്ഛാ, ഇതെന്താ ബെൽറ്റ് പോകുമ്പോ? അച്ഛൻ എന്തെന്നാ കാണിക്കുന്നേ? ആണ്ടേ, ഗേറ്റ് തുറന്ന് മലത്തിട്ടേക്കല്ലേ, ആർക്ക് വേണേ കയറി ഇറങ്ങാനല്ല. ഒന്നാമത് നിങ്ങൾ വളർന്നു വരെയാണ്, അപ്പൊ ഇവിടെ ആരൊക്കെയാണ് വരണമെന്ന് അച്ഛനെ അറിയണം. പിന്നെ നിന്റെ കുട്ടുവാമനെ ആ ഗേറ്റിന്റെ അവിടെ വന്നാ അച്ഛനെ അറിയണം. അല്ല, അതിനുവേണ്ടി ഞാൻ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണുണ്ട്. ക്യാമറ അല്ല ഫിറ്റ് ചെയ്യാൻ, പന്നിക്ക് വെക്കണ കെണിയാണ് വയ്ക്കാൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എടീ, ഇതൊക്കെ മോളെ സെൻസറിന്റെ കളിയാണ്. സെൻസിൽ അതൊക്കെ ഓരോന്ന് വിളിച്ച് പറയുന്ന നോക്ക്. ഈ പരീക്ഷണം ഒന്ന് വിജയിച്ചോട്ട് അച്ഛനെ 10 പേര് അറിയും. അറിയും. അച്ഛാ, അമ്മയും കുട്ടുമാവനോടെ പോയി. എനിക്കറിഞ്ഞൂടാ മോളെ. അച്ഛനെ ഇതുകൊണ്ട് ഗേറ്റിൻ്റെ ഇട വയ്ക്കും. മോള് ഈ റിമോട്ട് ഇങ്ങനെ പോയാ നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല.